എൽ.പി. സ്കൂൾ കെട്ടിടത്തിലെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഇടുക്കിയിൽ. ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2018 ആരംഭിച്ച കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കിയിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ ശാന്തൻപാറ കോളേജ് ആരംഭിച്ചത്. പൂപ്പാറ എൽ.പി. സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്നും സ്ഥലം വിട്ടു നൽകി. കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം 7 കോടി രൂപ അനുവദിച്ചെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി. കഴിഞ്ഞ ബഡ്ജറ്റിൽ വീണ്ടും 20 കോടി അനുവദിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതിനാൽ ടെൻഡർ നടപടികൾ വൈകുകയാണ്. കൃത്യമായ രീതിയിൽ സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ്. സാധാരണക്കാരായ കുട്ടികൾക്ക് എല്ലാ പശ്ചാത്തലവും ക്യാമ്പസ് സൗകര്യങ്ങളോടുകൂടിയ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നൽകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 9 വർഷക്കാലം ഈ ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ഒരു കെട്ടിടം നൽകുവാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൊതുവികാരം ഏറ്റെടുത്തുകൊണ്ട് വലിയ സമരങ്ങൾക്ക് മുന്നോട്ട് പോകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ 105 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത്. നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ 40 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. പരിമിതികളുടെ നടുവിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് കോളേജിന്റെ പ്രവർത്തനം മാറ്റാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. PWD റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ പ്ലാനിന് കൂടാതെ സ്ട്രക്ചർ പ്ലാൻ പൂർത്തിയാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. PWD സ്ട്രക്ചർ പ്ലാൻ കഴിഞ്ഞ് എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതോടുകൂടി 20 കോടിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ തരാമെന്നാണ് ഗവൺമെൻറ് ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു 4-5 മാസത്തിനകമായിട്ട് ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കി കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ബിരുദാനന്തര കോഴ്സുകളിലായി 300 സീറ്റുകളുണ്ടെങ്കിലും കോളേജിലെ പരിമിതികൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.